അയ്യങ്കാളിയെ പോലെ, കണ്ണൻ കുമാരനെ പോലെ ഈ കേരളത്തിൽ സമഗ്രമായ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരായി കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന കേരളത്തിൽ ഈ സഹോദരങ്ങൾ എന്തുകൊണ്ട് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ടവരായി കഴിയേണ്ടി വരുന്നു എന്ന ദുഃഖസത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇങ്ങനെയൊരു വലിയൊരു കൂട്ടഭരണം നടത്തുന്നത്. എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം, കാലഹരണപ്പെട്ടുപോയ ഭൂപരിഷ്കരണ നിയമം, ചീഞ്ഞു നാറിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ വെഴുപ്പ് ഭാണ്ഡവും പേറി നിൽക്കുന്ന ഈ നിയമം എന്തുകൊണ്ട് പരിഷ്കരിക്കുന്നില്ല? ഈ കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ്. നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും നിരവധി സർക്കാരുകൾ ഇവിടെ വന്നിട്ടും ഇവിടുത്തെ മനുഷ്യ സ്നേഹികളെന്നും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മുഴുവൻ പ്രയോക്താക്കളെന്നും അവകാശ സംരക്ഷകരെന്നും പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത്. ഇത് മനുഷ്യാവകാശ ധ്വംസനമാണ്. ഈ കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങളോട് കാണിക്കുന്ന അനീതി, നീതികേട് അല്ലെങ്കിൽ അവകാശ നിഷേധം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ധ്വംസനമാണ്. പട്ടികജാതിക്കാർക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന തുക മുഴുവൻ എന്തിനു വെട്ടിക്കുറച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം. പട്ടികജാതി മോർച്ച നടത്തുന്ന ഈ സമരം അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം മിസ്റ്റർ. കേന്ദ്രത്തിന്റെ എല്ലാ ക്ഷേമ പദ്ധതികൾക്ക് നീക്കിവെക്കുന്ന കോടിക്കണക്കിന് രൂപ നേരിട്ട് തരൂ. നിങ്ങൾ എന്തിനത് പിടിച്ചു വാങ്ങിച്ചു വെക്കണം? നേരിട്ട് കൊടുക്കൂ. ഇതിന്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഈ പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കട്ടെ.